ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഖില. ഞാനിവിടെ UAE താമസം. എൻ്റെ ഹസ്ബൻഡ് വിപിൻ ഇവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോള് ഇവ 1.5 വയസ്സായിട്ടുള്ളൂ. എൻ്റെ വോയിസും ഈ വീഡിയോയും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങണേക്കാട്ടും മുന്നേ ഞാൻ എന്നെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ സിമ്പിൾ ഡേയ്സ്. ഇത് ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗാണ്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും. അതെ, ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്, April 27. 2020 നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്നത്. ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ജാതകവും പൊരുത്തമൊക്കെ നോക്കി ഉറപ്പിച്ച കല്യാണം. ആ സമയത്തൊന്നും ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് നമ്മളിങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ കയറി തപ്പുമല്ലോ. അങ്ങനെയാണ് ഞാൻ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ 4 years ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആളോട് പറഞ്ഞപ്പോൾ ആളും ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും ഒരേ ദിവസം ബർത്ത്ഡേ അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു ചാൻസ് അല്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ബർത്ത്ഡേ ഒരേ ദിവസം ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ആൾ ദുബായിലാണ്, ഞാൻ നാട്ടിലാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമായാലും ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസമായിട്ടുള്ളൂ ഞാൻ UAE വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഒന്നിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ബിരിയാണി, പായസം, പിന്നെ ജസ്റ്റ് പുറത്തൊന്ന് പോയി കറങ്ങുക, അത്രയായിരുന്നു ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നത്. അതെന്തായാലും സക്സസ്ഫുള്ളി ചെയ്യാനും പറ്റി. ഇനി നമുക്ക് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് കഴിഞ്ഞ് ഏറ്റവും വലിയ പണി ക്ലീനിങ് ആണല്ലോ. ക്ലീനിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തു പോയി. പിന്നെ എൻ്റെ വീഡിയോസിന് ഒരുപാട് പോരായ്മകളുണ്ട്. വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്തതൊന്നും ശരിയായിട്ടില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ ഈ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ